ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മാരീഡിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഷിയാങ്കി പറയുവാണ്, നമ്മുടെ മെങ്ങിൻ്റെ അടുത്ത് പറയണം, എന്തായാലും പോലീസുകാർ അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ CCTV ക്യാമറയോ എന്തെങ്കിലും ക്ലൂ കിട്ടുന്ന സമയത്ത് അത് ആരാണെങ്കിലും അവർക്ക് നല്ല പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് പറയുന്ന സമയത്ത് മെങ്ങ് പറയണേ, അതെന്താടി നീ ഞാൻ ചെയ്ത പോലെ പറയുന്നത്, ഇതിലൊന്നും എനിക്കൊരു പങ്കില്ലെന്ന് പറഞ്ഞിട്ട് മെങ്ങ് എങ്ങനെയൊക്കെ അവിടെ നിന്ന് മുങ്ങിപ്പോവാട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിയാട്ടോ. അപ്പോൾ ലൂ വന്ന് ഷെറിനെ കണ്ടിട്ട് പറയാണ്, സംഭവം കഴിഞ്ഞാൽ നമ്മുടെ ഷിയാങ്കി ഉണ്ടല്ലോ, അവൾ എന്തുകൊണ്ട് ഡിസ്ചാർജ് എങ്ങാണ്ട് ചോദിച്ചു വാങ്ങിച്ചിട്ട് മാത്രമല്ല നമ്മുടെ കമ്പോസ് ചെയ്യുന്ന സോങ്ങാണ് അവളവിടെ പ്രിപ്പയർ ചെയ്ത് പാടാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ നമ്മൾ ഷെനിന് ഇഷ്ടമാവുന്നില്ല. പക്ഷെ അവൻ എന്നിട്ട് പുറത്ത് കാണിക്കത്തില്ലല്ലോ. അപ്പോൾ അവൻ ചോദിക്കുക ലൂവിൻ്റെ അടുത്ത്, അവൾക്ക് ഇതുവരെ അവളുടെ അസുഖം മാറിയില്ലോ, പിന്നെ അവൾ എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത്, അവളുടെ അടുത്ത് പറയാം ഡിസ്ചാർജ് ആയി പോകരുതെന്ന് ഞാൻ പറഞ്ഞെന്ന് പറയാൻ കേട്ടോ. ലൂ എന്നിട്ട് പോകുന്ന സമയത്ത് ഇവളാണെങ്കിൽ എല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുക. അപ്പോൾ ലൂ പറയുകയാണ്, എനിക്കറിയാം ഞാനിപ്പോൾ എത്ര നിർബന്ധിച്ചാലും നീ ഇവിടെ നിന്ന് ഒളിച്ചോടിയിട്ടാണെങ്കിലും പോയിട്ട് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അവിടെ ഞാൻ നിന്നെ കമ്പൽ ചെയ്തിട്ട് കാര്യമില്ല, അവിടെ നീ വാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ ഏജൻ്റാണ്, നീ അത് മറക്കരുത്. നീ നിൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് ബാക്കിയുള്ള നോക്കാൻ പറ്റൂ. ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൾ ഓക്കെ ഞാൻ ഹെൽത്തൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കിക്കോളാം, ഇപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്ചാർജ് ആയി പോകാവുന്ന രീതിക്ക് എങ്ങനെയൊക്കെയും ഇവനെ കൺവിൻസ് ചെയ്തിട്ട് ഇവളും ലൂവിൻ്റെ കൂടെ പോകാട്ടോ. ഇനി അവൾ അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതറിഞ്ഞിട്ട് ഷെൻ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക. മാത്രമല്ല ഇവ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ കൂടുതൽ ട്രെയിനിൽ പിള്ളേരില്ലേ അവരൊക്കെ അവിടെ നിന്ന് പോകട്ടെ. മാത്രമല്ല ഇവരുടെ അടുത്ത് പറയണം, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അടുത്ത് ഞങ്ങൾ 10 വർഷത്തേക്കുള്ള എഗ്രിമെൻ്റ് ആയിട്ടേക്കുന്നത്, ഇവൻ്റെ കമ്പനി വന്ന് 10 വർഷത്തേക്കുള്ള ഐഡോളാക്കി വെച്ചേക്കാം, അല്ലെങ്കിൽ ഐഡോൾ ട്രെയിനിങ് ആക്കിയിട്ട് പെർഫോമൻസ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു എഗ്രിമെൻ്റ് ഇട്ടേക്കുന്നത്. നീ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനപ്പോൾ നിനക്ക് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കമ്പനിയല്ലേ തീരുമാനിക്കുന്നത്. മാത്രമല്ല നീ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം, നിനക്ക് പറഞ്ഞ പോലെ 10 വർഷത്തേക്കുള്ള ബാക്കി ഏതെങ്കിലും ഒരു ഷോയിൽ ഞാൻ പെർഫോമൻസ് തരാം, പക്ഷേ ഇത് നിനക്ക് പറ്റത്തില്ല, ഇത് ക്യാൻസൽ ചെയ്യിക്കുന്നു പറഞ്ഞിട്ട് ഷിയാങ്കി അവിടെ നിന്ന് പറഞ്ഞിടുക. എന്നിട്ട് പിന്നെ ഷെൻ നേരെ പോകുന്ന ആരെടുത്തേക്കും സൂവിനെടുത്തു. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ഒറ്റ എടുത്തം കാരണമാണ് അവൾ ഈ വന്നിട്ട് ഇത്രയും അങ്ങ് റിസ്ക് എടുക്കുന്നത്, നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ സൂപ്പറാണ്, അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞു, അവളിപ്പോൾ ഒരു മേജറാണ്, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതെല്ലാം അവളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്, മനസ്സിലായോ. മാത്രമല്ല അവൾക്കത് ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാ അതിന് എതിര് നിൽക്കുന്നതെന്ന് സൂവും പറയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറയുകയാണ്, നിനക്ക് അവളുടെ മേലെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് എന്തുമല്ല അവളെ ഇഷ്ടമാണ്, ഞാൻ അതുകൊണ്ട് അവൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ നീ ഈ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് ഷെന്നിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഷിയാങ്കി വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ ഷെന്നി ഇതിലുള്ള പരിപാടി വെച്ചാൽ 2 ബോഡി ഗാർഡ്സിന് വീടിന് പുറത്ത് വെച്ചേക്കുക. അവിടെ ഷിയാങ്കിക്ക് ഒരു തരത്തിൽ ആ വീട്ടിൽ നിന്ന് ചാടി പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവള് പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയിട്ട് ഈ ബോഡി ഗാർഡ്സ് കാരണം ഇറങ്ങാൻ പറ്റുന്നില്ലോ. അപ്പോൾ ലൂവിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി കയറാം കേട്ടോ. അപ്പോൾ ലൂ പറയാണ്, വേറെ വഴിയൊന്നുമില്ല മോളെ, ഷെന്നൊരു കാര്യം തീരുമാനിച്ചാൽ അവൻ അത് ചെയ്തിരിക്കും, അവിടെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ഒന്ന് വെയിറ്റ് ചെയ്യേ, നമുക്ക് എന്തായാലും അവനെ എങ്ങനെയും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ വേലക്കാരി ആൻറ്റിക്ക് എങ്ങനെയെങ്കിലും ഷെന്നും അതുപോലെ തന്നെ ഷിയാങ്കിയും കൂടെ ഒന്നിക്കണം എന്നാണല്ലോ ആഗ്രഹം. അവിടെ ഈ വേലക്കാരി ആൻറ്റി ലൂവിൻ്റെ അടുത്ത് പറയണം, നീ ഇവിടെ ഉണ്ടായാലും ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാവും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഡിന്നറും കൂടി എങ്ങനെയും കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ലൂവിനെ അവിടെ പിടിച്ചു വരുത്താം. അങ്ങനെ അന്ന് രാത്രിയാവും ഡിന്നർ കഴിക്കുന്ന സമയത്ത് ലൂ വന്നിട്ട് നമ്മുടെ ഷെന്നിന് വന്നിട്ട് എങ്ങനെയെങ്കിലും അവളുടെ അടുത്തൊരു തോന്നല്ലോ, അതിന് വേണ്ടി ലൂ പറയണം, നമ്മളെല്ലാം ഫുഡ് കഴിച്ചു, പാവ ഷിയാങ്കി ഇതുവരെ ഒന്നും കഴിച്ചതുമില്ല, മെഡിസിൻ ഒന്നും എടുത്തതുമില്ല, പാവ അവളുടെ കാര്യം കഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് വേലക്കാരി ആൻറ്റിയും വന്നിട്ട് ഇതിനങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ പാവ അനൻ, നമ്മുടെ ഷെന്നിന് വിഷമം വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ പാവ അനൻ്റെ കാര്യം, അവനാണെങ്കിൽ ഫുഡെല്ലാം ഒരുക്കി നമ്മൾ ഷിയാങ്കി കൊണ്ടുകൊടുക്കാനായിട്ട് പോകാം. എന്നിട്ട് അനനാണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ നിർബന്ധിക്കുന്നത്. അവസാനം അനനെല്ലാം പോയി കഴിഞ്ഞ സമയത്ത് ഷെൻ അങ്ങോട്ട് വരും കേട്ടോ. ഷെൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്താ ഫുഡ് കഴിക്കുന്നില്ല, അതുപോലെ തന്നെ മെഡിസിൻ എടുക്കുന്നില്ല എന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ പറയണം, ഞാൻ ഈ ഒരു സമരം ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾ വിചാരിക്കേണ്ട, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ പേഴ്സണൽ ലൈഫല്ലേ, ഇതിനെന്താ അത് വേണ്ട, എനിക്ക് എന്തുമായാലും ഈ ഒരു ഷോയിൽ പങ്കെടുത്തേ പറ്റും, എനിക്ക് എന്തുമായാലും ഫസ്റ്റ് എത്തിയേ പറ്റും, ഇതെൻ്റെ ഒരു മാന്യതയുടെ ഭാഗം കൂടി, അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴാണ് ഞാൻ ഈ തീരുമാനത്തിൽ മാറുന്ന, ഈ ഒരിക്കലും വിചാരിക്കണമെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവും അങ്ങനെ പോകാൻ നിൽക്കോട്ടോ. അപ്പോൾ എടുത്തോണ്ട് ഷിയാങ്കി വന്ന് ഇവരെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് പറയണം, ഞാൻ അന്ന് മയങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നില്ലെന്ന് വിചാരിക്കുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ അതിനൊരു റിപ്ലൈ തന്നില്ലെന്ന് പറഞ്ഞ സമയത്ത് ഷെൻ പറയാനൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല, ഞാൻ പോവാന്ന്. അപ്പോൾ എടുത്തവരാണ്, ഈ നോ ആണെങ്കിൽ തന്നെ എൻ്റെ മുഖത്ത് നോക്കി നോ പറയാനുള്ള ഒരു ധൈര്യം കാണിക്കേ, യെസ്സോ നോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് അതിനുള്ള റിപ്ലൈ കിട്ടിയേ പറ്റുമെന്ന് പറയുന്ന സമയത്ത് എടുത്തോളം ഷെൻ പറയണം, ഓൾറെഡി എൻ്റെ മാരേജ് കഴിഞ്ഞാൽ എനിക്ക് വന്നിട്ട് മാരേജ് കോൺട്രാക്റ്റ് ഉണ്ടാവുകൊണ്ട് പിന്നെ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് ഷിയാങ്കിക്ക് അങ്ങ് കണ്ണ് കറിയോട്ടോ. അപ്പോൾ അവൾ പറയണം, ശരി എന്നാൽ പിന്നെ ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നതിന് അർത്ഥമില്ല, ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറയുന്ന സമയത്ത് ഷെൻ പറയണം, ശരി എന്നാൽ നീ പൊക്കായതിന് എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം കേട്ടോ. പാവം നമ്മുടെ ഷിയാങ്കി നല്ല സങ്കടമായി അവൾക്ക് കേട്ടോ. പിറ്റേന്ന് തന്നെ അവൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് അനനാണെങ്കിൽ
മനസ്സിലായി ഇവൾ എവിടെയാണ് പോവാന്ന്. അപ്പോൾ ഇവള് പറയണം എനിക്ക് ഷോയുടെ ഭാഗമായിട്ട് ഞാൻ ഇച്ചിരി ദിവസം മാറിയിക്കാൻ പോവാണ് മോനെ എന്ന് പറയുന്ന സമയത്ത് അനൻ പറയാണ് പറ്റത്തില്ല അമ്മ, എനിക്ക് അമ്മയില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ ഇവിടെ തന്നെ നിന്നേ പറ്റുന്നുണ്ട്. ഇവൻ കുറേ വാശി പിടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ എടുത്തോണ്ട് വേലക്കാരി ആൻറ്റി ഇവിടുന്ന് പോകുന്ന അവർക്ക് ഇഷ്ടമല്ലല്ലോ. അവർ പറയാണ് മോളെ ഈ കുഞ്ഞാണെങ്കിൽ ഇച്ചിരി അല്ലുള്ളൂ, അവന് വിഷമിപ്പിക്കുന്നത് ശരിയല്ലോ, അവിടെ നീ ഒരു കാര്യം ചെയ്യും ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഷിയാങ്കിനെ കൺവിൻസ് ചെയ്ത് അവിടെ തന്നെ നിർത്തുവാണ്. ഇതേ സമയം കാണിക്കും നമ്മുടെ ഷെന്നാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോയേക്കുക. അപ്പോൾ അവൻ്റെ ഈ ചൈൽഡ്ഹുഡിലെ എല്ലാ കാര്യം പറയുന്ന സമയത്ത് ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് എല്ലാ ഫാമിലി ലൈഫും ഒരുപോലെ എൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവൻ പറയണത് എൻ്റെ പപ്പയും അമ്മയും ആദ്യമൊക്കെ നല്ല സ്നേഹത്തിലായിരുന്നു, പിന്നീട് എൻ്റെ പപ്പയ്ക്കൊരു വേറൊരു ലേഡിയുടെ ഇഷ്ടത്തിലായി, അവരിലൊരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് എൻ്റെ അമ്മയെ ഇഷ്ടമില്ലാതായത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ എനിക്കും വരരുത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫിൽ വരുന്നുള്ള കാര്യം ഇവനൊരു ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റ് പറയുന്നത് എല്ലാ ഫാമിലിയും ഒരുപോലെ ആയിരിക്കത്തില്ല, പലതും പല ഡിഫറെൻ്റ് ആണ്. സ്നേഹത്തിൽ ജീവിക്കുന്ന എത്രയോ ഫാമിലീസ് ഉണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ ഷിയാങ്കി എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പറയണം. അപ്പോൾ ഇവൻ പറയണമൊന്നും പറ്റത്തില്ല, അത് ഇച്ചിരി പേഴ്സണലാണ്, അതുകൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തന്നെ പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും, അറ്റ്ലീസ്റ്റ് അവളുമായിട്ട് റിലേഷൻഷിപ്പിനും ട്രൈ ചെയ്യും, അപ്പോഴെങ്കിലും നീൻ്റെ ഈ ഒരു മെൻ്റൽ കണ്ടീഷൻ ഒന്ന് ഓക്കെ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവൻ അവിടെ നിന്ന് വരുവാണ്. മാത്രമല്ല ഇതേ സമയം നമ്മുടെ ഷിയാങ്കിക്ക് വന്നിട്ട് അവളുടെ ഗ്രാൻഡ് പ വന്ന് കോൾ ചെയ്യുകയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പ ഈ നഗരത്തെ വന്നിട്ടുണ്ട്, ഇവളുടെ അടുത്ത് പെട്ടെന്ന് ഒന്ന് കാണാൻ പറയാം. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇവിടുന്ന് ഇറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ ഇവള് വന്ന് വേലക്കാരി ആൻറ്റിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് വേലക്കാരി ആൻറ്റി പറയാണ് മോളെ നീ ഇപ്പോൾ ഇറങ്ങിപ്പോയ കാര്യം സെറ്റ് ആവത്തില്ല, നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യൂസ് റിപ്പോർട്ടേഴ്സ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കൂടുതൽ വഷളാവും കാര്യങ്ങൾ, അതുകൊണ്ട് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പേ വിളിക്കാനായിട്ട് അവിടുത്തെ ഒരു ഡ്രൈവറില്ല, അയാളെ വിടുവാണ് ഈ വേലക്കാരി ആൻറ്റി. അങ്ങനെ ഗ്രാൻഡ് പേ വന്നിറങ്ങും കേട്ടോ. ഗ്രാൻഡ് പേ വന്നിറങ്ങുന്ന സമയത്ത് ഇവൾ വന്നിട്ട് ഗ്രാൻഡ് പേയുടെ അടുത്ത് കാര്യം പറയുന്ന സമയത്ത് ഗ്രാൻഡ് പേ ചോദിക്കുകയാണ് നീ എന്താ ഈ വീട്ടിൽ സ്റ്റേ ചെയ്തതെന്ന്. അപ്പോൾ പറയുന്നത് എൻ്റെ ബോസിൻ്റെ വീട് അവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് ഗ്രാൻഡ് പേയാണ് അതൊരിക്കലും ശരിയായ കാര്യമില്ല, ബോസ് നിനക്കൊരു ഹോട്ടലിലോ നിൻ്റെ വീടിന് എന്തെങ്കിലും പ്രശ്നം നീ ഹോട്ടലെങ്ങാനും പോയി സ്റ്റേ ചെയ്യണം, ഇവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ഷെന്നും വരും കേട്ടോ. അപ്പോൾ ഷെന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് പറയാണ്ട് നമുക്ക് ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോകാം ഗ്രാൻഡ് പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം ഇയാളെ പറഞ്ഞൊന്ന് സെറ്റിലാക്കിയിട്ട് ഇവർ ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ ഡിന്നർ കഴിയുന്ന സമയത്ത് ഗ്രാൻഡ് പേ ചോദിക്കുകയാണ് ഇത് ഏതാ കൊച്ചിനെ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയുകയാണ് എൻ്റെ അഡോപ്റ്റഡ് സണ്ണാണ് അനൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ വന്ന് നമ്മുടെ ഷിയാങ്കിയെ വന്ന് അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്ന് ഗ്രാൻഡ് പേ ഓക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് പേയും പറയാണ് ഇനി ഞാൻ ഇവളോട് നിർത്തുന്നില്ല, ഞങ്ങളൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ രണ്ടും കൂടി മാറിക്കോളാം എന്ന് പറയുന്ന സമയത്തും നമ്മുടെ ഷെന്നി അതിനെ ഇതെന്ന് പറയുന്നത്. പക്ഷെ അനൻ്റെ കാര്യമാണ് കഷ്ടം, അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക കേട്ടോ. അപ്പോൾ എടുത്തോണ്ട് നമ്മുടെ ഷെൻ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അവസാനം ഇവരും വന്നിട്ട് ഓക്കെ ഇതാവുകയാണ്. ഇത് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡ് പേ അതുപോലെ ഷിയാങ്കിയും കൂടി സംസാരിക്കും കേട്ടോ. സംസാരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് പേ ചോദിക്കുകയാണ് എടി നിനക്ക് വന്നിട്ട് ഇത്രയും വലിയൊരു കാര്യം, നിനക്ക് കിഡ്നാപ്പ് ചെയ്യാൻ ഒരാൾ വന്ന് എന്നിട്ട് നീ ഒരു കാര്യം പോലെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ എന്താ, എനിക്കെന്താ നിന്നെപ്പറ്റി ഒരു ദണ്ണവും കാണത്തില്ല എന്നൊക്കെ ചെയ്യുന്ന സമയത്ത് പറയും എൻ്റെ കാര്യം ലൈഫിലുള്ള ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഗ്രാൻഡ് പേ വിഷമിക്കരുതെന്ന് വെച്ചിട്ട് ഗ്രാൻഡ് പേ ഞാൻ പറയാൻ ഷെയർ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഗ്രാൻഡ് പേ പറയണം എടി എനിക്ക് ഇത്രയും വയസ്സായി കാണാം, പക്ഷെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും മാറത്തില്ല, കാരണം നീ എൻ്റെ കൊച്ചുമോളാണ് മനസ്സിലായോ, നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ബാക്കിയൊന്നും, പിന്നെ എൻ്റെ ശരീരം ഇച്ചിരി വീക്കായിരിക്കും, അതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഗ്രാൻഡ് പേ പറയാണ്. എന്നിട്ട് ഗ്രാൻഡ് പേ ചോദിക്കണം അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അവരാണെങ്കിൽ കാണാൻ ഹാൻസം ഒക്കെ അല്ലേ, നിനക്ക് എന്താ അവനെ ഇഷ്ടമാണോ എന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷിയാങ്കി പറയാണ് എനിക്ക് ആളെ ഇഷ്ടമാണ് പക്ഷെ ആൾ റിജക്റ്റ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഗ്രാൻഡ് പറയാം ഓക്കെ എന്നാൽ ഫൈൻ ഓക്കെ നമുക്കെന്നാൽ അങ്ങനെ ആയിരിക്കട്ടെ കുഴപ്പമില്ലെന്ന് പറയാം കേട്ടോ. മാത്രം ടാങ്കിനെ കാണാനായിട്ട് നമ്മുടെ കുട്ടിച്ചെറുക്കനായിട്ടുള്ള അനൻ പോയേക്കുക. അവനാണെങ്കിൽ പിന്നെ കുറേ ദിവസം ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ടാങ്ക് പറയാണ് അല്ല നീ ഇനി ഒരിക്കലും എന്നെ കാണാൻ വരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പറഞ്ഞ സമയത്ത് അനൻ പറയാണ് എനിക്ക് വരുന്നുണ്ടായിരുന്നു, പക്ഷേ പപ്പയും അമ്മയും തമ്മിൽ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, എന്നാൽ നിനക്ക് ഞാൻ കുറേ സ്നാക്സ് കൊണ്ടുവന്നെന്ന് പറയാട്ടോ. ഈ സമയത്ത് നോക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ കയ്യിൽ എന്തൊരു ചുമന്ന പാടെങ്ങാണ്ടുണ്ട്, വീണതോ ആരും ഉപദ്രവിച്ച പോലത്തെ ഒരു പാടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അനൻ ചോദിക്കും കേട്ടോ. എടുത്തോണ്ട് പറയാം ഇല്ലല്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഇത് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീണപ്പോൾ സ്ലിപ്പായി വീണപ്പോൾ പറ്റിയതെന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ട് ഇച്ചിരി നമ്മൾ പറഞ്ഞില്ലേ വേറൊരു ചെറുക്കൻ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവൻ കയറി വരും കേട്ടോ. അവൻ കയറി വന്നിട്ട് വേണേ അനൻ കൊണ്ടുവന്ന സാധനമൊക്കെ എനിക്ക് നേരത്തെ കൂട്ടി എത്തിക്കാൻ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ അനന് കാര്യം മനസ്സിലാവണം. അനൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ നിൽക്കും കേട്ടോ. ലാസ്റ്റ് അനനെ അവിടെ നിന്ന് പോകാം. പോകുന്ന സമയത്ത് ഈ ചെറുക്കൻ വന്നിട്ട് നമ്മുടെ ടാങ്കിനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഏട്ടാ നീ എന്തു വച്ചാൽ എനിക്ക് എടുത്തു താന്ന് പറയുന്ന സമയത്ത് ടാങ്ക് അതിന് ഓക്കെ ആവത്തില്ല കേട്ടോ. ആ സമയത്ത് ഈ ചെറുക്കൻ വന്ന് ടാങ്കിനെ അടിക്കാൻ നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.